ഹായ്, സെക്കൻഡ് വീഡിയോ ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന ടോപ്പിക്കിൽ വരുന്ന സെക്കൻഡ് വീഡിയോ ആണ്. കുറച്ച് പ്രോബ്ലം കൂടെ ചെയ്യാനുണ്ട്. അടുത്ത ഒരു നമ്മൾ 7 ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തായിരുന്നു. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇസെറ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ ഇസെറ്റ് ബൈ ഡോ വൈ. ഇത് രണ്ട് സിലബസിനകത്തും ഉണ്ട്. MAT 101ലും MA 101ലും. MAT 101 എന്ന് പറഞ്ഞാൽ ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ്. MA 101 എന്നാണ് കാൽക്കുലസ്. ഈ രണ്ട് പോർഷനിലും, അതായത് 2019 സ്കീമിലും 2015 സ്കീമിലെയും സെക്കൻഡ് മോഡ്യൂളാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അതിൽ വരുന്ന ടോപ്പിക്കാണ്. രണ്ടുപേർക്ക് സെയിം ആണ് മോഡ്യൂള്. അപ്പൊ ഇസെറ്റ് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ ഇസെറ്റ് ബൈ ഡോ വൈ. ഇസെറ്റ് ഈക്വൽ ടു എന്താണ്? എക്സ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എന്താണ് ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസെറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസെറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്? ഇതിപ്പോ ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് നടക്കുന്നത്. മുകളിലും എക്സ് ഉണ്ട്, താഴെയും എക്സ് ഉണ്ട്. അപ്പൊ എന്ത് വേണം? കോഷൻ റൂൾ വേണം. എന്താണ് കോഷൻ റൂൾ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്നാണ്. അപ്പൊ എന്താണ്? ഡിനോമിനേറ്റർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, ന്യൂമറേറ്ററിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇതാണ് വേണ്ടത്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് കോൺസ്റ്റന്റ് ആണ്, അല്ല വൈ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എക്സിന് 1 വരും, അപ്പം വൈ ആണ് വരുന്നത്. മൈനസ് എക്സ് വൈ ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? എക്സ് സ്ക്വയറിന് 2x പ്ലസ് വൈ സ്ക്വയറിന് 0. അപ്പൊ 2x കൂടെ വരും. ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഹോൾ സ്ക്വയർ ആണ്. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് ഇത് ബ്രാക്കറ്റ് മാറ്റി എഴുതാം. എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ ക്യൂബ് മൈനസ് 2x സ്ക്വയർ വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് വരും? വൈ ക്യൂബ് ഉണ്ട് മൈനസ് ഇത് രണ്ടും കൂടെ വരുമ്പോൾ എന്ത് വരും? മൈനസ് എക്സ് സ്ക്വയർ വൈ ആണ്. വൈ ക്യൂബ് ബൈ എക്സ് സ്ക്വയർ വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ്. ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പം വിത്ത് റെസ്പെക്ട് ടു എക്സിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് വേണം? വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം. ഡോ ഇസെറ്റ് ബൈ ഡോ വൈ ചെയ്ത് നോക്കാം. ഡോ ഇസെറ്റ് ബൈ ഡോ വൈ. എന്താണ് ഡോ ഇസെറ്റ് ബൈ ഡോ വൈ? വീണ്ടും കോഷൻ റൂൾ വേണം. കാരണം മുകളിലും വൈ ഉണ്ട്, താഴെയും വൈ ഉണ്ട്. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ കണ്ടെയ്ൻസ് വൈ. അതുകൊണ്ട് എന്ത് വേണം? കോഷൻ റൂൾ വേണം. എന്താണ് കോഷൻ റൂൾ? ഡിനോമിനേറ്റർ ഇൻറ്റു അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ വിത്ത് റെസ്പെക്ട് ടു വൈ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു വൈ. ഇതല്ലേ? ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു വിത്ത് റെസ്പെക്ട് വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് വൈ വിത്ത് റെസ്പെക്ട് വൈ എക്സ് മൈനസ് ഒരു എക്സ് വൈ ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് വൈ എന്താണ്? എക്സ് സ്ക്വയറിന് 0, വൈ സ്ക്വയറിന് 2y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ്. ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എന്ത് വരും? എക്സ് ക്യൂബ് പ്ലസ് എക്സ് വൈ സ്ക്വയർ മൈനസ് 2x വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്താവും? എക്സ് ക്യൂബ് മൈനസ് എക്സ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. അതായത് ഈ മോഡ്യൂളിലെ 9ാമത്തെ ക്വസ്റ്റ്യൻ. 7 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തായിരുന്നു. ഇനി അടുത്ത വരുന്ന 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തു. ഈ 9. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു റൂട്ട് 3x raised to 4y minus 7x cube y. root 3x raised to 4y minus 7x cube y.
ഫൈൻഡ് എഫ് എക്സ് എക്സ് കോമ വൈ, ഫൈൻഡ് എഫ് എക്സ് എക്സ് കോമ വൈ ആൻഡ് എഫ് വൈ എക്സ് കോമ വൈ. എന്താണ് എഫ് എക്സ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇതെന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. എഫ് ഓഫ് എക്സ് വൈ അറിയാം. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് ത്രീ എക്സ് റൈസ് ടു 4y മൈനസ് 7x ക്യൂബ് വൈ. ഇവിടെ എന്താണ് നമുക്ക് എഫ് എക്സ് എക്സ് കോമ വൈ കാണണം. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എഫ് എക്സ് എക്സ് കോമ വൈ എന്താണ് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. റൂട്ട് അതുപോലെ എഴുതും 3x⁴y മൈനസ് 7x ക്യൂബ് വൈ. അപ്പൊ റൂട്ടിന്റെ ഡെറിവേറ്റീവ് ആണ് 1/2 റൂട്ട്. അത് കറക്റ്റ് ആയിട്ട് എഴുതി. ഇനി എന്ത് വേണം? ഈ 3x⁴y മൈനസ് 7x ക്യൂബ് വൈക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് വീണ്ടും ചെയ്യണം. അപ്പൊ എന്ത് വരും? 3x⁴yക്ക് എന്താണ് 3y കോൺസ്റ്റന്റ് ആണ്. x⁴ന് 4x ക്യൂബ് വരും. മൈനസ് 7y കോൺസ്റ്റന്റ് ആണ്. x ക്യൂബിന് 3x² വരും. ഇത്രയും കൂടെ വരും. അപ്പൊ എന്താണ് അവിടെ മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 12x³ y മൈനസ് 21x² ബൈ 2 റൂട്ട് 3x⁴y മൈനസ് 7x³ y എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടുന്നാലും മതി. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ മുകളിൽ നിന്ന് ഒരു 3x² ഒന്ന് പുറത്തെടുക്കാം. അപ്പൊ എന്ത് വരും? 3x² പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? 12 നിന്ന് 3 പോകുമ്പോൾ 4 y അങ്ങ് പോയി കഴിഞ്ഞു. മൈനസ് ഇവിടെ നിന്ന് ഒരു 3 പോയി കഴിഞ്ഞു. ബാക്കി 7 x² y പോയി കഴിഞ്ഞു. ഇത്രയും വരും. ബൈ ആ ഡിനോമിനേറ്റർ 2 റൂട്ട് 2 കെട്ടി പോകില്ല 3x⁴y മൈനസ് 7x³ y. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി എന്ത് വേണം? നമുക്ക് എഫ് വൈ എക്സ് കോമ വൈ കണ്ടുപിടിക്കാം. വിത്ത് റെസ്പെക്ട് വൈ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നോക്കാം. എഫ് വൈ എക്സ് കോമ വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് വൈ എന്താണ്? റൂട്ട് എക്സിന് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പൊ എന്ത് വരും? റൂട്ടിന് ആദ്യം എന്ത് വരും? 1/2 റൂട്ട് വരും. 1/2 റൂട്ട് 3x⁴y മൈനസ് 7x³ y. ഇനി എന്ത് വരും? ഇതിന്റെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് വീണ്ടും ചെയ്യണം. ഇതിന്റെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എന്താണ്? 3x⁴yക്ക് വിത്ത് റെസ്പെക്ട് വൈ എടുക്കുമ്പോൾ 3x⁴ മാത്രമാണ്. മൈനസ് 7x³ yക്ക് എന്താണ്? 7x³ y എടുക്കുമ്പോഴത്തേക്ക് 7x³. ഇതാണ് കിട്ടുന്നത്. 3x⁴ മൈനസ് 7x³ ബൈ. വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു x³ പുറത്താക്കാം. x³ പുറത്താക്കുമ്പോൾ എന്ത് വരും? ഇവിടെ നിന്ന് ഒരു x³ വെച്ച് വന്ന് 3x മൈനസ് 7 ബൈ 2 റൂട്ട് 3x⁴y മൈനസ് 7x³ y എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇതിന്റെ ആൻസർ കഴിഞ്ഞു. ഇനി അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. If f of xy equal to y raised to minus 3/2 tan inverse x by y. Tan inverse x by y. Find fx x comma y and fy x comma y and fy x comma y. നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് വേണം. വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് വേണം. എന്താണ് എഫ് എക്സ് എക്സ് കോമ വൈ? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ y റൈസ് ടു മൈനസ് 3/2 കോൺസ്റ്റന്റ് ആണ്. y റൈസ് ടു മൈനസ് 3/2 എന്താണ്? ടാൻ ഇൻവേഴ്സിന് ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സിന് 1/1 പ്ലസ് x² ആണ്. d/dx ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് 1/1 പ്ലസ് x² ആണ്. അതേ രീതിയിൽ എന്ത് വരും? 1/1 പ്ലസ് x ബൈ വൈയുടെ ഹോൾ സ്ക്വയർ
ടാൻ ഇൻവേഴ്സ് എക്സിന് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി എന്ത് വേണം? y ബൈ എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സും കൂടെ വേണം. എന്താണ് y ബൈ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്? പാർഷ്യൽ ഡെറിവേറ്റീവ് 1/y ആണ്. അപ്പൊ എന്ത് വരും? ഈ y കൂടെ ഇവിടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് ഈ y മുകളിലോട്ട് കയറും. y റൈസ് ടു -1. അപ്പൊ എന്താവും? y റൈസ് ടു -5/2 എന്നാവും അല്ല, y റൈസ് ടു -3/2 കൊണ്ട് ഇതും കൂടെ മുകളിലോട്ട് ഇറങ്ങും. y റൈസ് ടു -1. അപ്പൊ എന്താണ്? -3/2 -1 എന്താവും? 1/y ആയിരുന്നു. അത് മുകളിൽ കയറിയപ്പോൾ y റൈസ് ടു -1 ആണ്. അത് രണ്ടും കൂടെ എടുത്തപ്പോഴത്തേക്ക് y റൈസ് -3/2 -1 -3 -2/2 -5/2. y റൈസ് ടു -5/2 ബൈ ഇവിടെ എന്ത് വരും? 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ എന്ന് കൂടെ വരും. അതായത് y റൈസ് ടു -5/2 ബൈ ഇവിടെ നാടിയും എന്ത് വരും? ഇതുകൊണ്ട് കയറി വരും. y സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ആണ്. ഈ വൈ സ്ക്വയർ കൂടെ മുകളിലോട്ട് വരുമ്പോൾ എന്താണ്? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ വൈ സ്ക്വയർ മുകളിൽ വരും. y റൈസ് ടു -5/2 ഇൻറ്റു വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇതും കൂടെ ചേരുമ്പോൾ y റൈസ് ടു -3/2 ആണോ? y റൈസ് ടു -5/2 പ്ലസ് 1 ആണ്, പ്ലസ് 2 ആണ്. എന്ത് വരും? -5 പ്ലസ് 4/2, അതായത് -1/2. y റൈസ് ടു -1/2 y റൈസ് ടു -1/2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് വേണം? f(i) കണ്ടുപിടിക്കാം. f(i) കണ്ടുപിടിക്കാം. എന്താണ് f(y) x, y? f(y) എടുക്കുമ്പോഴത്തേക്ക് ഇവിടെയും y ഉണ്ട്, ഇവിടെയും y ഉണ്ട്. അപ്പൊ എന്ത് വേണം? പ്രോഡക്റ്റ് റൂൾ വേണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? y റൈസ് ടു 3/2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വിത്ത് റെസ്പെക്ട് y tan inverse x by y plus second function into tan inverse x by y into derivative of first with respect to y raised to -3/2 ന് with respect to y കൂടെ ചെയ്യണം. അപ്പോൾ എന്ത് വരും? y raised to -3/2. ഇതെന്താണ്? with respect to y എടുക്കുമ്പോൾ ആദ്യം tan inverse x നെ 1/1 plus x square വരും. tan inverse x നെ 1/1 plus x square, അതായത് x by y the whole square into എന്ത് വരും? x by y ക്ക് with respect to y എന്താണ്? x കോൺസ്റ്റന്റ് ആണ്. 1/y ക്ക് -1/y square വരും. അപ്പൊ ഇതും കൂടെ വരും. x by y ക്ക് ഇത് മാത്രം പോരാ, അടുത്ത് x by y ക്ക് with respect to y എടുക്കുമ്പോൾ x കോൺസ്റ്റന്റ് x into 1/y ന്റെ ഡെറിവേറ്റീവ് എന്താണ്? with respect to y -1/y square. അതും കൂടെ വരുമ്പോഴത്തേക്ക് -x by y square പ്ലസ് അവിടെ എന്താണ്? tan inverse x by y എന്താണ്? y raised to -3/2 with respect to y -3/2 into y raised to -3/2 -1. അപ്പൊ എന്ത് വരും? ഇതൊന്ന് കമ്പൈൻഡ് ആക്കി എഴുതുമ്പോഴത്തേക്ക് ഈ y സ്ക്വയറും ഇവിടുത്തെ y സ്ക്വയറോടെ വെട്ടിക്കളയാം. ഒരു -x ഉണ്ട്. -x y raised to -3/2 ബൈ ഇവിടെ ഒരു y സ്ക്വയർ പ്ലസ് x സ്ക്വയർ ബൈ y സ്ക്വയർ ഉണ്ടല്ലോ. y സ്ക്വയർ പ്ലസ് x സ്ക്വയർ ബൈ y സ്ക്വയർ. പിന്നെ എന്താണ്? ഇവിടെ ഒരു 1/y സ്ക്വയർ ഉണ്ട്. ഈ y സ്ക്വയറും ഈ y സ്ക്വയറും വെട്ടിക്കളയാം. പ്ലസ് -3/2 y raised to ഇതെന്താണ്? -5/2 tan inverse x by y. ഇത്രയും വരും. ഇതാണ് ആൻസർ. നോക്കാം. -x y raised to -3/2 by x square plus y square തന്നെ. ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. യു തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ. അപ്പൊ എന്ത് വേണം? യുടെ ആദ്യം ഡോ യു ബൈ ഡോ എക്സ് കാണണം, അടുത്ത് ഡോ യു ബൈ ഡോ വൈ കാണണം. രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഇത്രയാണ് വേണ്ടത്. എന്താണ് ഡോ യു ബൈ ഡോ എക്സ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെന്ന് പറയുമ്പോൾ എന്ത് വരും? കോഷ്യന്റ് റൂൾ വരും. എന്താണ്? ഡിനോമിനേറ്റർ ഇൻറ്റു
ഡിനോമിനേറ്റർ എക്സ് മൈനസ് വൈ ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വരുമ്പോൾ എക്സ് ക്യൂബിന് 3x², വൈ ക്യൂബിന് 0 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സിന് 1 വൈക്ക് 0, അപ്പോൾ അവിടെ ഒരു 1 വരും, ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. ഇനി മുകളിൽ നിന്ന് ബ്രാക്കറ്റ് മാറ്റുക, അപ്പോൾ എന്ത് വരും? 3x³ മൈനസ് 3x²y മൈനസ് x³ മൈനസ് y³ ബൈ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ കിട്ടും. ഇതെന്താണ്? ഇതൊന്ന് കമ്പൈൻഡ് ആക്കുമ്പോഴത്തേക്ക് 3x³ മൈനസ് x³ 2x³ മൈനസ് 3x²y മൈനസ് y³ ബൈ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. ഇനി അത് ഡോ യു ബൈ ഡോ വൈ കൂടെ കണ്ടുപിടിക്കണം. എന്താണ് ഡോ യു ബൈ ഡോ വൈ? എന്ന് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഡോ യു ബൈ ഡോ വൈ എന്താണ്? വീണ്ടും കോഷൻ റൂൾ വേണം. ഡിനോമിനേറ്റർ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ വിത്ത് റെസ്പെക്ട് ടു വൈ എന്ത് വരും? 3y² മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു x³ പ്ലസ് y³ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു വൈ മൈനസ് 1 വരും, ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ആണ്, എക്സ് മൈനസ് വൈയുടെ ഹോൾ സ്ക്വയർ ആണ്. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോഴത്തേക്ക് 3xy² മൈനസ് 3y³ പ്ലസ് x³ പ്ലസ് y³ ബൈ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഒന്ന് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു x³ ഉണ്ട്, മൈനസ് 3xy² പിന്നെ മൈനസ് 3y³ y³ കൂടെ മൈനസ് 2y³ ബൈ എക്സ് മൈനസ് വൈയുടെ ഹോൾ സ്ക്വയർ. ഇത്രയും ഉണ്ട്. ഇനി എന്താണ്? ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ചെയ്ത് നോക്കാം. നമുക്ക് വേണ്ട എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 2x³ മൈനസ് 3x²y മൈനസ് y³ ബൈ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മളുടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതിയല്ലോ. ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 2x³ പ്ലസ് x³ 3x³ മൈനസ് 3x² മൈനസ് അത് വേറെ മൈനസ് 3x² മൈനസ് 3xy² മൈനസ് y³ മൈനസ് 2y³ കൂടെ മൈനസ് 3y³ ഇതാണ് കിട്ടിയത്. ഇതിനെ വല്ലതും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഒരു 3 പറ്റുമോ? ഒരു 3 വെളിയെടുക്കാം. അറേഞ്ച് ചെയ്യാനൊക്കെ തോന്നുന്നു. അടുത്തൊരു കുഞ്ഞു ക്വസ്റ്റൻ ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇസഡ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി സർഫസ് ഇസഡ് ഇൻ ദി ഡയറക്ഷൻ ഇൻ ദി വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് ഓഫ് ദി സർഫസ് ഇസഡ് ഇൻ വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ്. ഡോ ഇസഡ് ബൈ ഡോ വൈ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഡോ ഇസഡ് ബൈ ഡോ വൈ എന്താണ്? ഇസഡ് അറിയാം. ഇസഡ് ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു മൈനസ് വൈ പ്ലസ് 5y. സ്ലോപ്പ് ഓഫ് ദി സർഫസ് വിത്ത് ഇൻ ദി വൈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ്. ഡോ ഇസഡ് ബൈ ഡോ വൈ എന്താണ്? എക്സ് ഇ റൈസ് ടു വൈക്ക് വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വൈക്ക് ഇ റൈസ് ടു മൈനസ് 5 തന്നെ, പക്ഷെ ഒരു മൈനസും കൂടെ ഉണ്ട്, പ്ലസ് 5y വിത്ത് റെസ്പെക്ട് ടു വൈ 5 ആണ്. ഒരു പോയിന്റ് ഉണ്ട് അറ്റ് 40. ഡോ ഇസഡ് ബൈ ഡോ വൈ അറ്റ് 40 എന്താണ്? എക്സിന് 4 എന്നും വൈക്ക് 0 എന്നും കൊടുത്താൽ മതി. മൈനസ് 4 ഇ റൈസ് ടു മൈനസ് 0 പ്ലസ് 5. ഇ റൈസ് ടു 0 1 ആണ്. ഇ റൈസ് ടു മൈനസ് 0 വന്നാലും ഇ റൈസ് ടു 0 തന്നെയാണ് 1. അപ്പൊ എന്ത് വരും? മൈനസ് 4 പ്ലസ് 5 ആണ്. നമുക്ക് ആൻസർ 1 എന്ന് കിട്ടും. അടുത്തൊരു കുഞ്ഞു ക്വസ്റ്റൻ ആണ്. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ. If f of xy equal to if f of xy equal to
y square tan x raised to minus 5/3. Y square tan x raised to minus 5/3. Find fx x comma y and fy x comma y. എന്താണ് നമുക്ക് എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. അപ്പൊ എഫ് എക്സ് എന്ത് വരും? എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ സ്ക്വയർ ടാൻ എക്സ് റൈസ് ടു മൈനസ് 5/3 എന്നാണ്. അപ്പൊ എഫ് എക്സ് എക്സ് കോമ വൈ എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആദ്യം വൈ സ്ക്വയർ ടാൻ എക്സ് റൈസ് ടു മൈനസ് 5/3 എന്ത് വരും? എക്സ് റൈസ് ടു എന്നിന് ഡെറിവേറ്റീവ് എന്താണ്? എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. അപ്പൊ ഇത് മൊത്തം ഡെറിവേറ്റീവ് ആദ്യം എന്ത് വരും? മൈനസ് 5/3 വൈ സ്ക്വയർ ടാൻ എക്സ് റൈസ് ടു മൈനസ് 5/3 മൈനസ് 1 എന്ന് വരും. അതായത് മൈനസ് 5/3 വൈ സ്ക്വയർ ടാൻ എക്സ് ഇതെന്താണ്? റൈസ് ടു മൈനസ് 8/3. ഞാൻ എടുത്തത് എഫ് എക്സ് അത് മാത്രമല്ല, തീർന്നില്ല അത്. ഇനി എന്താണ്? ആദ്യം വൈ സ്ക്വയർ ടാൻ എക്സ് റൈസ് ടു മൈനസ് 5/3 മൈനസ് 5/3 വൈ സ്ക്വയർ ടാൻ എക്സ് റൈസ് ടു മൈനസ് 5/3 മൈനസ് 1. അതാണ് ഈ ടേം. ഇനി എന്ത് വരും? ഇൻറ്റു ഈ വൈ സ്ക്വയർ ടാൻ എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സും കൂടെ ആണ്. വൈ സ്ക്വയർ ടാൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? അപ്പോൾ വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് സീക് സ്ക്വയർ എക്സ്. അപ്പൊ എന്ത് വരും? ഒരു വൈ സ്ക്വയർ സീക് സ്ക്വയർ എക്സും കൂടെ വരും. അപ്പോൾ ആൻസർ എന്ത് വരും? മൈനസ് 5/3 വൈ സ്ക്വയർ സീക് സ്ക്വയർ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ ടാൻ എക്സ് റൈസ് ടു മൈനസ് 8/3. ഇതാണ് ആൻസർ. അടുത്ത നമുക്ക് എഫ് വൈ കണ്ടുപിടിക്കാം. എഫ് വൈ എഫ് വൈ എക്സ് കോമ വൈ എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ആദ്യം എക്സ് റൈസ് ടു എന്നിന് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്നൊരു ടേം ഉണ്ട്. അതായത് വൈ സ്ക്വയർ അല്ല മൈനസ് 5/3 വൈ സ്ക്വയർ ടാൻ എക്സ് റൈസ് ടു മൈനസ് 8/3 എന്നുള്ള ടേം ആദ്യം ഉണ്ട്. ഇൻറ്റു വൈ സ്ക്വയർ ടാൻ എക്സിന് വിത്ത് റെസ്പെക്ട് വൈ എന്താണ്? വൈ സ്ക്വയറിന് 2y ടാൻ എക്സ് കോൺസ്റ്റന്റ്. ഇതാണ് ആൻസർ. അതായത് മൈനസ് 10/3 വൈ ടാൻ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ ടാൻ എക്സ് റൈസ് ടു മൈനസ് 8/3. ഇതാണ് ആൻസർ. മൈനസ് 10/3 വൈ ടാൻ എക്സ് വൈ സ്ക്വയർ ടാൻ എക്സ് റൈസ് ടു മൈനസ് 8/3. ഇതും ആയി കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഫോർട്ടീൻത് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഇസെഡ് ഈക്വൽ ടു റൂട്ട് x square plus 4y square x square plus 4y square find dou z by dou x find dou z by dou x at 1 2 and dou z by dou y at 1 2. അതായത് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് കാണുക, ഡോ ഇസെഡ് ബൈ ഡോ വൈ കാണുക, പോയിന്റ് 1 കൂടെ കൊടുക്കുക. അത്രേ ഉള്ളൂ. ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഇസെഡ് തന്നിട്ടുണ്ട്. ഇസെഡ് എന്താണ്? റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ആണ്. ഇവിടുത്തെ ഡോ ഇസെഡ് ബൈ ഡോ വൈ എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡോ ഇസെഡ് ബൈ ഡോ എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആദ്യം റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. റൂട്ട് എക്സിന് 1/2 റൂട്ട് എക്സ്, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഇൻറ്റു പിന്നെ എന്ത് വേണം? എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയറിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണം. എക്സ് സ്ക്വയറിന് 2x 4y സ്ക്വയറിന് 0. അപ്പൊ എന്ത് വരും? 2 വെട്ടിക്കളയാം. ബാക്കി എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ആണ്. പോയിന്റ് കൊടുക്കാം. ഡോ ഇസെഡ് ബൈ ഡോ എക്സ് അറ്റ് 1 2. എക്സിന് 1 എന്നും വൈക്ക് 2 എന്നും കൊടുക്കണം. എക്സിന് 1 വൈക്ക് 2 1 പ്ലസ് വൈക്ക് 2 കൊടുക്കുന്നതാണ് 4 ഇൻറ്റു 2 ന്റെ സ്ക്വയർ.
അപ്പം 1/16 പ്ലസ് 117 √17 1/√17 എന്ന് കിട്ടും. അതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി അതേപോലെ നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ വൈ കൂടെ കണ്ടുപിടിക്കാം. എന്താണ് ഡോ ഇസഡ് ബൈ ഡോ വൈ? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് വൈ. ആദ്യം √x-ന് 1/2 √x ആണ്. √x-ന് 1/2 √x² പ്ലസ് 4y². അടുത്തെന്ത് വരും? x² പ്ലസ് 4y²ന് വിത്ത് റെസ്പെക്ട് വൈയും കൂടെ വരും. x²ന് 0 ആണ്. 4y²ന് 8y എന്നും കൂടെ വരും. ഈ 8ഉം ഈ 8ഉം കൂടെ വെട്ടുമ്പോഴത്തേക്ക് 4y ബൈ √x² പ്ലസ് 4y² എന്ന് വരും. ഇനി നമുക്ക് ആ പോയിന്റ് കൂടെ കൊടുത്താൽ മതി. എന്താണ് പോയിന്റ്? ഡോ ഇസഡ് ബൈ ഡോ വൈ അറ്റ് 1 2. എക്സിന് 1 എന്നും വൈക്ക് 2 എന്നും കൊടുക്കുമ്പോൾ എക്സിന് 1 വൈക്ക് 2 വൈക്ക് 2 ആണ്. അപ്പൊ 8 ബൈ റൂട്ട് എക്സിന് 1 വൈക്ക് 2 അപ്പൊ 16. അപ്പൊ 8 ബൈ √17 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ടോപ്പിക് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.